6 സന്ദർഭങ്ങളാണ് ഖളാഇനുള്ളത്. ഒന്നാമത്തത്, രോഗം ശിഫയാകുമെന്ന് പ്രതീക്ഷയുള്ള രോഗി. ആ രോഗി അസുഖം മാറിയാൽ ഖളാഇ വീട്ടണം. അവിടെ ഫിദിയയില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല, അത് ഖളാഇ വീട്ടുക തന്നെ വേണം. അതാണൊന്ന്. രണ്ടാമത്തത്, യാത്ര കാരണം ഉപേക്ഷിച്ച നോമ്പാണെങ്കിൽ യാത്ര കഴിഞ്ഞു വന്നാൽ ഖളാഇ വീട്ടണം. ആ ഉപേക്ഷിച്ച നോമ്പ് പിന്നീട് ഖളാഇ വീട്ടണം. അതിന് വേറെ വഴികളില്ല, ഖളാഇ വീട്ടുക തന്നെ വേണം. മൂന്നാമത്തത്, ഗർഭിണിയായതിൻ്റെ പേരിൽ നോമ്പ് ഉപേക്ഷിച്ചു. ഗർഭിണിയാണ്, തനിക്ക് പ്രയാസമുണ്ടാകുമെന്ന് കരുതി, അല്ലെങ്കിൽ തനിക്കും കുഞ്ഞിനും പ്രയാസമുണ്ടാകുമെന്ന് കരുതി നോമ്പ് ഉപേക്ഷിച്ചതാണെങ്കിൽ ആ ഗർഭിണിയായ സ്ത്രീ പിന്നീട് ഖളാഇ വീട്ടണം. നാലാമത്തത്, മുലയൂട്ടുന്ന സ്ത്രീ തനിക്കോ കുഞ്ഞിനോ ഒരുമിച്ച് പ്രയാസമുണ്ടാകുമെന്ന് കരുതി, അല്ലെങ്കിൽ തനിക്ക് പ്രയാസമുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അവരും ഖളാഇ വീട്ടണം. അഞ്ചാമത്തത്, ഹൈദും നിഫാസും